നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ പഠനത്തെ ഇത് എങ്ങനെയൊക്കെ ബാധിക്കുന്നുണ്ട്? സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഐ ടേക്ക് അപ്പ് ദ സ്പീച്ച് പാർട്ട് ബിക്കോസ് സ്പീച്ച് ഡിഫിക്കൽട്ടി ഉള്ള കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടി ടു ലേൺ. ഓക്കെ, ആൻഡ് ഇൻ സ്പീച്ച് നമ്മൾ വാസ്റ്റായിട്ട് പറയുവാണ്. ബട്ട് അതിനകത്ത് കുറേ കൂടി സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ലാംഗ്വേജ് പ്രോബ്ലം ഉള്ള കുഞ്ഞുങ്ങൾക്ക് വി ഓൾവേസ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ദർ ഇസ് എ ഇഷ്യൂ. ദാറ്റ് ഈസ് ബിക്കോസ് കുഞ്ഞിലെ തൊട്ട് തന്നെ ദർ ഇസ് എ ഡിലേ. പലപ്പോഴും ഒരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ആണ് കുഞ്ഞുങ്ങൾക്ക് വരുന്നത്. ആൻഡ് പേരൻസ് ഇത് മിസ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെൻ ദ പേരൻസ് മിസ് ഔട്ട് ദിസ് സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ, അത് ലേറ്റർ ഓൺ എക്സിബിറ്റ് ചെയ്യുന്നത് ഒരു ലേണിംഗ് ഡിസബിലിറ്റിയിലാണ്. ഓക്കെ, ദാറ്റ് ഇസ് ജസ്റ്റ് വൺ. അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കൊരു ബ്രെയിൻ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയും എപ്പോഴും ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആണ് നമുക്ക് എപ്പോഴും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഒരു സ്പീച്ച് മനസ്സിലാക്കാനും എക്സ്പ്രസ് ചെയ്യാനുമായിട്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു പ്രോസസ്സ്, അതായത് ഈ ഒരു ബ്രെയിൻ പ്രോസസ്സിങ് ശരിയായിട്ട് നടക്കുന്നില്ലെങ്കിൽ വാട്ട് ക്യാൻ ഹാപ്പൻ ഇസ് അവരുടെ റൈറ്റ് ഹെമിസ്ഫിയർ ആയിരിക്കും കുറേ കൂടി ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആക്ടിവേഷൻ ഓഫ് ദ റൈറ്റ് ഹെമിസ്ഫിയർ കുറേ കൂടി കൂടുതലായിരിക്കാം മോർ ദാൻ ദ ലെഫ്റ്റ് ഹെമിസ്ഫിയർ വിച്ച് ഇസ് സപ്പോസ് ടു ബി ആക്ച്വലി ദി അതർ വേ റൗണ്ട്. അപ്പോൾ അതുകൊണ്ട് ദേ ക്യാൻ ഹാവ് എ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡിലേ ആൻഡ് ഇൻ ഫാക്ട് അതൊരു ലേണിംഗ് ഡിസബിലിറ്റിയിൽ ചെന്ന് എത്താനായിട്ട് പറ്റും. Another cause is that, if at all hereditary ആയിട്ട് അവർക്ക് ലാംഗ്വേജ് ഡിലേ ഉണ്ടെങ്കിൽ ആൻഡ് ഹെറിഡിറ്ററി ആയിട്ട് ലേണിംഗ് ഡിസബിലിറ്റി ഓൾറെഡി ഫാമിലിയിൽ ഉണ്ടെങ്കിൽ then it can definitely cause a learning disability. So these are just a few causes. Another cause is, ചിലപ്പോൾ കുഞ്ഞിലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ന്യൂട്രീഷൻസ് കിട്ടുന്നില്ല, ഓർ ഓവർ എക്സ്പോഷർ ടു ലെഡ്, മെർക്യുറി എന്നുള്ളൊരു കോമ്പണൻസ് ഒക്കെ ഭയങ്കരമായിട്ട് അവർ എക്സ്പോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ലേണിംഗ് ഡിസബിലിറ്റിയിൽ അറ്റ് എ ലേറ്റർ സ്റ്റേജ് കൊണ്ട് എത്തിക്കുന്നതാണ്. ദാറ്റ് ഈസ് വിത്ത് റെസ്പെക്ട് ടു ലാംഗ്വേജ് ആൻഡ് സ്പീച്ച്, എ ഫ്യൂ ഓഫ് ഇറ്റ്. റെസ്പെക്റ്റഡ് ടു ഹിയറിംഗ്, അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടാകും. ഹിയറിംഗ് ലോസ് പല കാറ്റഗറി ഉണ്ട്. സോ പ്രൊഫൗണ്ട് കാറ്റഗറി ഒക്കെ ആണെങ്കിൽ കുട്ടി സ്പീച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അത്രയും ഹിയറിംഗ് ലോസ് കുട്ടിക്കുണ്ട്. പിന്നെ കുട്ടിയുടെ കണ്ടീഷനിൽ ചെറിയ ഹിയറിംഗ് ലോസ്, അതായത് ഒരു മൈൽഡ് ഹിയറിംഗ് ലോസ് ഓർ മോഡറേറ്റ്ലി സിവിയർ ഓർ ഒരു ഇൻഫെക്ഷൻ കാരണം വരുന്നുണ്ട്. കാരണം കുട്ടികളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അവർക്ക് അഡിനോയിഡ്സ് ഉണ്ടാവാം. അഡിനോയിഡ്സ് കാരണം വരുന്ന ഇയർ ഇൻഫെക്ഷൻസ് ഉണ്ട്. സോ ഇയർ ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാതിരിക്കുമ്പം അത് നമ്മുടെ ബ്രെയിൻ അത് പഠിച്ചെടുക്കും. കാര്യം ബ്രെയിന് അതൊരു ലേണിംഗ് പ്രോസസ്സാണ്. അതൊരു 1 year to 5 year ആണ് ഒരു കുട്ടിയുടെ ഏറ്റവും കൂടുതലുള്ള ലേണിംഗ് പ്രോസസ്സ് വരുന്നത്. ഏറ്റവും കൂടുതൽ ബ്രെയിൻ പഠിക്കുന്ന ആ സമയത്ത് ഇൻഫെക്ഷൻ വന്ന് ഇയർ ബ്ലോക്ക് ആവുകയാണെങ്കിൽ ബ്രെയിൻ പഠിക്കുന്നത് അതുപോലെയാണ്. മനസ്സിലായോ? ആ ബ്രെയിൻ അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ കുട്ടി ഒരു സ്കൂൾ സിറ്റുവേഷനിലോട്ടോ ക്ലാസ് റൂം സിറ്റുവേഷനിലോട്ടോ വരുമ്പോൾ ആൾക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആൾക്കൊരു നോയ്സ് വന്നു കഴിയുമ്പം കൂടെ നിൽക്കുന്ന ആ ഫ്രണ്ട് പറഞ്ഞത് ചിലപ്പോൾ മനസ്സിലാവത്തില്ല, ഫ്രണ്ടിൽ നിൽക്കുന്ന ടീച്ചർ പറയുന്നത് മനസ്സിലാവത്തില്ല. മഴ പെയ്തുകൊണ്ടിരിക്കുക, ഭയങ്കര ശബ്ദമാണ്, മുമ്പേ നിൽക്കുന്ന ടീച്ചർ പറയുന്നത് ഒന്നും കിട്ടത്തില്ല, ആൾ ബ്ലാങ്ക് ആയിരിക്കും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ആൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ആൾ വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ ഇതെല്ലാം ഒരു പ്രോസസ്സിങ് ഡിസോർഡർ ആയിട്ട് വരും. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓഡിറ്ററി പ്രോസസ്സിങ് ഡിസോർഡർ. പക്ഷേ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമൽ ഹിയറിംഗ് ടെസ്റ്റിംഗ്, അതായത് ബേസിക് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ അത് നോർമലായിട്ടേ കാണിക്കത്തുള്ളൂ. ഹിയറിങ്ങിന് പ്രശ്നം ഉണ്ടായതായിട്ട് കാണിക്കത്തില്ല. പക്ഷേ നമ്മൾ കോംപ്ലക്സ് ആയിട്ട് ടെസ്റ്റുകൾ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓൾറെഡി ബ്രെയിനിൽ പഠിച്ചേക്കുന്ന ഫോൾഡർ തെറ്റാണ്. ആ പഠിച്ചേക്കുന്ന ഫോൾഡർ കാരണം ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വരുമ്പോൾ കുട്ടിക്ക് അത് ഡിഫിക്കൽട്ടായിട്ട് വരാറുണ്ട്. കൂടുതൽ ഇൻഫെക്ഷൻസ് ഉള്ള കുട്ടികളിൽ, ചെവിക്ക് ഇൻഫെക്ഷൻ ഉള്ള കുട്ടികളിലാണ് ഈ പ്രോബ്ലം നമ്മൾ കൂടുതൽ കണ്ടേക്കുന്നത്. നമ്മൾ ഹിസ്റ്ററി ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ കണ്ടേക്കുന്ന ഇൻഫെക്ഷൻ ഉള്ള കുട്ടികൾക്കാണ് ഈ പ്രോബ്ലം. അപ്പം ഹിയറിംഗ് പ്രോബ്ലം വരുമ്പം അസോസിയേറ്റഡ് ആയിട്ട് ബാക്കിയുള്ള എല്ലാ ആസ്പെക്ട്സിലും അവർക്ക് ഇഷ്യൂ വരും. അപ്പോൾ അത് ഏർലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ആ ഹിയറിംഗ് അല്ലെങ്കിൽ ആ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് അത് ഒരുപാട് സമയം ലോങ് ലാസ്റ്റ് ചെയ്യാതെ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ ഒരു വലിയ പ്രശ്നം നമുക്ക് ഒഴിവാക്കാനായിട്ട് പലപ്പോഴും സ്കൂൾസിൽ ഫോർ ദം വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇസ് കുഞ്ഞുങ്ങൾ
നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് വാട്ട് ഹാപ്പൻസ്, ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് ഓൾസോ ദെയർ ഇൻ ദ 90s. നമുക്ക് എപ്പോഴും കാറ്റഗറൈസ് ചെയ്യുക കുഞ്ഞുങ്ങളെ, ലൈക്ക് സ്റ്റേറ്റ് സിലബസ്, ICSE സിലബസ്, CBSE സിലബസ്, ഈസി ആയിട്ടുള്ള സിലബസ്, ടഫ് ആയിട്ടുള്ള സിലബസ്. സോ nobody really wants to know underlying ആയിട്ട് എന്താ നടക്കുന്നതെന്നുള്ളത്. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ ആക്ച്വലി ലുക്ക് ഇൻ ടു. ബിക്കോസ് അണ്ടർലൈങ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ഇവർക്ക് ഏത് സിലബസ്, വാട്ട് കൈൻഡ് ഓഫ് ലേണിംഗ് കുറേ കൂടി എഫക്റ്റീവ് ആണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിന് ഇഫ് ദേ ആർ നോട്ട് പെർഫോമിങ് റിയലി വെൽ ഇൻ സ്കൂൾ, ഫസ്റ്റ് തിങ് ദാറ്റ് ദേ ഗോയിങ് ടു സേ ഇസ് ദാറ്റ് ഓക്കെ, give remedial classes, give extra classes. Because ഈ LD ഉള്ള കുഞ്ഞുങ്ങൾക്ക് either അവർ ഓഡിറ്ററി ലേണേഴ്സ് ആയിരിക്കും, ഓർ വിഷ്വൽ ലേണേഴ്സ് ആയിരിക്കും, ഓർ ടാക്ടൈൽ ലേണേഴ്സ് ആയിരിക്കും. വാട്ട് കൈൻഡ് ഓഫ് ലേണേഴ്സ് അതെ എന്നുള്ളതാണ് ഫസ്റ്റ് തിങ് മനസ്സിലാക്കേണ്ടത്. വെരി റീസെൻ്റ്ലി എൻ്റെ അടുത്ത് ഒരു പേരൻറ്റ് വന്നിരുന്നു സെയിങ് ദാറ്റ് എൻ്റെ കുഞ്ഞിനെ 8th വരെ അവർ പാസ്സാക്കി വിട്ടു. ആൻഡ് 8th ആയപ്പോഴത്തേക്കും സ്കൂൾ ടോൾ ദ പേരൻറ്റ് ഇനി ഞങ്ങൾക്ക് കുഞ്ഞിനെ ഫർദർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല, ബിക്കോസ് ഷീ ഈസ് നോട്ട് പെർഫോമിങ് വെൽ in her classes. And this parent was really upset കാരണം പുള്ളിക്കാരിക്ക് അറിയുന്നില്ല that this child is actually learning disability ഉള്ള കുഞ്ഞാണെന്ന് പേരൻറ്റിന് അറിയുന്നില്ല. And then with ഷോയിങ് ഹർ എവിഡൻസസ് കാണിച്ചിട്ട് കുഞ്ഞിൻ്റെ ആ സ്ട്രഗിൾ ശരിക്കും അമ്മയ്ക്ക് കാണിച്ചു കൊടുത്ത് മേക്കിംഗ് ഹർ അണ്ടർസ്റ്റാൻഡ്, ആ പേരൻറ്റിന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ദാറ്റ് ദീസ് ആർ ദി ഏരിയാസ് ആ കുഞ്ഞ് സ്ട്രഗിൾ ചെയ്യുന്നത്. നമ്മൾ നോർമലായിട്ട് ഇത് പറയുക, അത് ചെയ്യുക, ഇത് വായിക്കുക, ഇത് നമ്പർ കൗണ്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കുഞ്ഞിന് പറ്റുന്നില്ല. സോ ആ സ്ട്രഗിൾ ആ അമ്മ കണ്ടെത്തി. ആൻഡ് ദെൻ നമ്മൾ വീണ്ടും ട്രെയിൻ ചെയ്തു. വി ടോൾഡ് ഹർ ഓക്കെ നൗ ലെറ്റ്സ് ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ഹൗ വി ആർ ഗോയിങ് ടു വർക്ക് വിത്ത് ദ ചൈൽഡ്. സോ അങ്ങനെ ഡയറക്ഷൻ മാറ്റിയപ്പോഴത്തേക്കും വി സീ ദാറ്റ് ഈ കുഞ്ഞ് കുറേ കൂടി ബെറ്റർ ആയിട്ട് സ്കൂളിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് വാസ് എ ഗേറ്റ് വേ ഫോർ ഹർ ടു ഗോ ടു ദി നെക്സ്റ്റ് ഫേസ് ഓഫ് ഹർ classes of her next phases of her life, because that negative reaction ആ കുഞ്ഞിൽ ഉണ്ടാവുന്നത്, കുഞ്ഞ് is normally developing, typically developing, കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ല. ബട്ട് ആ ലേണിംഗ് ഡിസബിലിറ്റി ട്രിഗർ that fact that ആ കുഞ്ഞിന് ഷീ ഈസ് നോട്ട് ഏബിൾ ടു റൈറ്റ് നീറ്റ്ലി, റൈറ്റ് പ്രോപ്പർലി, പറയുന്ന കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല, ശരിക്കും എഴുതാനായിട്ട് പറ്റുന്നില്ല, സ്പെല്ലിങ്സ് തെറ്റിച്ച് എഴുതുന്നു. It's not acceptable for an 8th standard student അല്ലേ. അപ്പോൾ this is something which has a very hazardous effect not just on the child but also on the future of the child and the family. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഫോക്കസ് ചെയ്തേക്കുന്ന ഒരു മൂവിയാണ് മറ്റേ താരേ സമീപർ എന്ന് പറഞ്ഞേക്കുന്നത്. താരേ സമീപറിൽ കാണിച്ചേക്കുന്ന ഒരു ടിപ്പിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആ കുട്ടി എക്സ്പീരിയൻസ് ചെയ്തേക്കുന്ന കാര്യങ്ങളോ ആ മൂവി ചെയ്തേക്കുന്നത്. പക്ഷെ അതിലും വേഴ്സ് കണ്ടീഷൻസിലുള്ള കുട്ടികളുണ്ട്, അതിലും ഹെൽപ്പ് വേണ്ട കുട്ടികളുണ്ട്. പക്ഷേ നമുക്കവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അവരെ റൈറ്റ് ട്രാക്കിൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റൈറ്റ് ട്രാക്കിൽ നമുക്ക് അവരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അമേസിങ് ആയിരിക്കും, ഭയങ്കര സൂപ്പറായിട്ട് അവർ ചെയ്യും. പക്ഷേ വി ഡോണ്ട് നോ, ബിക്കോസ് നമ്മളുടെ ഒരു സിസ്റ്റം ഉണ്ട്, നമുക്ക് ഇങ്ങനെയായിരിക്കും പഠനം, എഴുതി പരീക്ഷ എഴുതണം, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ആ സിസ്റ്റത്തിൽ കൂടെ പോകുമ്പം എല്ലാവർക്കും ചിലപ്പോൾ അത് ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് ഉണ്ടാവത്തില്ല. അപ്പോൾ ഡോണ്ട് നോ ഹൗ വിൽ ചേഞ്ച് ദ സിസ്റ്റം. പക്ഷേ യെസ്, ദേ ഓൾസോ റിക്വയർ എ സപ്പോർട്ട്. ഐഡൻറ്റിഫൈയിങ് ദം ഇസ് ദ ബിഗസ്റ്റ് ചാലഞ്ച്. ആൻഡ് പണ്ട് ഇപ്പം നമ്മുടെ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, സ്കൂളിലൊക്കെ വി യൂസ് ടു റിമെമ്പർ, പിള്ളേരെ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ടിട്ട്, ഞങ്ങളുടെ കോളേജിലേക്ക് വിട്ടിട്ട് ദേ യൂസ് ടു ഡു എ സ്ക്രീനിങ്. അപ്പം അതായത് ഒരു LKG UKG ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് എല്ലാവരും സ്കൂളിൽ ഞങ്ങൾക്ക് ഒരു 200-300 സ്റ്റുഡൻസ് വരും, അവരെ മൊത്തം സ്ക്രീൻ ചെയ്യണം. ഇവൻച്വലി വാട്ട് ഹാപ്പൻഡ് ഇസ് ആ സ്മോളർ ഏജിൽ അവർക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അത് കറക്റ്റ് ചെയ്തപ്പം ദാറ്റ് സ്കൂൾ ഷോഡ് എ ട്രെമൻഡസ് അച്ചീവ്മെൻറ്റ്. കാര്യം ആ സ്കൂളിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ള ആൾക്കാർ വളരെ വളരെ കുറവായിട്ട്, അല്ലെങ്കിൽ അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവരുടെ സൈഡിൽ നിന്ന് ഒരു ഇനീഷ്യേറ്റീവ് അവരെടുത്തു. സോ ദാറ്റ് വാസ് വൺ ബ്യൂട്ടിഫുൾ ഒരു മെത്തേഡ് അവർ ഫോളോ ചെയ്ത്. പക്ഷേ ഈ കേരളത്തിൽ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് വി ഡോണ്ട് നോ. ഇപ്പം സ്ക്രീനിങ്ങിനെ പറ്റി പറഞ്ഞല്ലോ, ഈ സ്ക്രീനിങ്ങിന് ആ പ്രോസസ്സ് ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ?
ഓക്കെ again ഇത് രണ്ട് പാർട്ടാണ്. So hearing is a different process, speech is a different process. So I'll talk about the speech part, the screening. ഇപ്പോൾ ഞങ്ങളുടെ അടുത്തോട്ട് ഒരു സ്കൂൾ ലെവലിൽ കുഞ്ഞിനെ സ്കൂൾ ലെവൽ ഐ വുഡ് സേ ദാറ്റ് കുഞ്ഞിനെ ഒരു 4.5 ഇയേഴ്സിലായിരിക്കും ഈ സ്കൂൾ എടുക്കുന്നതിന് മുമ്പ് they will send us this children. ഓക്കെ, അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾ 3 രീതിയിലാണ് അസസ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം ലുക്കിംഗ് ഇൻ ടു ദ സ്പീച്ച് ലുക്ക് എന്ന് പറയുമ്പോൾ ടു ബി സ്പെസിഫിക് ക്ലാരിറ്റി, അതുപോലെ തന്നെ ദിയർ എബിലിറ്റി ടു സംസാരിക്കാനായിട്ടുള്ള ആ ഒരു വോയിസ് ക്ലാരിറ്റി, പ്രൊനൗൺസിയേഷൻസ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. രണ്ടാമതായിട്ട് ലാംഗ്വേജ് ആസ്പെക്ട്സ്, അതായത് എത്രത്തോളം ഇവർ മനസ്സിലാക്കുന്നു, എത്രത്തോളം ഇവർ പറയുന്നു എന്നുള്ളത്. ആൻഡ് മൂന്നാമതായിട്ട് വി ആർ ഓൾസോ ലുക്കിംഗ് ഇൻ ടു ദി മാത്തമാറ്റിക്സ്, looking into the literacy skills to be more specific. Okay, reading, writing, spellings and all that. അത് ഞങ്ങളൊരു സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അസസ്മെൻറ്റ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ക്രൈറ്റീരിയാസ് വെച്ചിട്ടുണ്ട്. ഒരു 4.5 വയസ്സായിട്ടുള്ള കുഞ്ഞിന് ഇത്രത്തോളം കുഞ്ഞ് അറിഞ്ഞിരിക്കണം എന്നുള്ളത്. ആൻഡ് വി ആർ ഓൾസോ ലുക്കിംഗ് ക്രൈറ്റീരിയാസ് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഇന്ത്യൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അസോസിയേഷൻ്റെ ഒരു ഗൈഡ് ലൈൻ ബുക്കുണ്ട്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രൈറ്റീരിയാസ് മാച്ച് ചെയ്യുന്നത്. ആൻഡ് ഓൾറെഡി കുഞ്ഞ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇഫ് ദാറ്റ് ചൈൽഡ് ഇസ് ഏബിൾ ടു ഫോളോ ദ സെയിം പാറ്റേൺ ഓഫ് നോർമൽ ഡെവലപ്മെൻറ്റ്, നമ്മളത് ലെറ്ററായിട്ട് എഴുതി കൊടുക്കും ദാറ്റ് ഓക്കെ ഈ കുഞ്ഞിന് ബാക്കി ഡിഫിക്കൽട്ടീസ് ഒന്നും ഇൻ ഫ്യൂച്ചർ വരാനായിട്ടുള്ള പ്രോബിലിറ്റി ഭയങ്കര കുറവാണ്, ലേണിംഗ് ഡിസബിലിറ്റി ഞങ്ങൾ സസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു എവിഡൻസ് ഓർ വിത്ത് പ്രോപ്പർ റിപ്പോർട്ട് ഞങ്ങൾ തിരിച്ച് കുഞ്ഞിനെ സ്കൂളിലേക്ക് റിപ്പോർട്ട് ബാക്ക് ചെയ്യാനായിട്ട് വിടുവാണ്. സോ ദാറ്റ്സ് ഹൗ വി ഡു ഫോർ എ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് അസസ്മെൻറ്റ്. സോ ഹിയറിംഗിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ എഗെയിൻ കുഞ്ഞു കുട്ടികളാണ്. സോ അഡൽട്സിനെ പോലെ കോപ്പറേറ്റ് ചെയ്തില്ല. വി കാൻ ഡു എ ടെസ്റ്റ് സെയിങ് ദാറ്റ് കേൾക്കുമ്പോൾ കൈവക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വിൽ നോട്ട് റെസ്പോണ്ട് ടു അസ്. സോ വാട്ട് വി ഡു ഇസ്, ഞങ്ങൾക്ക് 3 സ്റ്റെപ്പായിട്ട് നമ്മൾ എപ്പോഴും എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ, അങ്ങനെ 3 സ്റ്റെപ്പായിട്ടാണ് ഞങ്ങൾ എപ്പോഴും ഉള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് എക്സ്റ്റേണലി ചെവിയുടെ അകത്തോ ചെവിയുടെ പുറത്തുള്ള എന്തെങ്കിലും സ്ട്രക്ചർ ഡിഫോർമാലിറ്റീസ് ഉണ്ടോ എന്ന് ആദ്യം ഇൻസ്പെക്ട് ചെയ്യും. പിന്നെ അകത്ത് വാക്സോ എന്തെങ്കിലും സ്റ്റിക്കി ഇയേഴ്സ്, ഗ്ലൂ ഇയേഴ്സ്, അതുപോലെ ചെവിക്കകത്ത് എന്തെങ്കിലും ഡിഫോർമാലിറ്റീസോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും. അത് കഴിയുമ്പോഴായിരിക്കും മിഡിൽ ഇയർ വരുന്നത്. മിഡിൽ ഇയറിലേക്ക് വരുന്നത് നമ്മൾ ടിമ്പാനോമെട്രി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. സോ ടിമ്പാനോമെട്രി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചെവിക്കകത്ത് ഫ്ലൂയിഡ് ഉണ്ടോ, ചെവിക്കകത്ത് എന്തെങ്കിലും എന്താ പറയുക, യൂഷ്വലി അഡിനോയിഡ്സ് ഉള്ള കുട്ടികൾക്കാണെങ്കിൽ ഫ്ലൂയിഡ് കളക്ഷൻസോ ഇൻഫെക്ഷൻസോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് റിഫ്ലെക്സ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. റിഫ്ലെക്സ് ടെസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സ്റ്റേപ്രീസ് മസിൽ എന്ന് പറഞ്ഞ മസിലുണ്ട്. അപ്പോൾ ആ മസിൽ പുള്ളി ചെയ്യുമ്പോഴാണ് അകത്തേക്ക് സൗണ്ട് പോവാതെ പ്രിവെൻറ്റ് ചെയ്യുക. സോ ആ ടെസ്റ്റിൻ്റെ അകത്ത് ആളുടെ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് സ്ട്രോങ് ആണോ എന്നുള്ളത്, അതായത് വലിയ സൗണ്ട് വന്നാൽ ആൾക്ക് പ്രോബ്ലം വരാതിരിക്കാനുള്ള പ്രിവെൻഷൻ കറക്റ്റ് ആണോ എന്ന് നോക്കും. പിന്നെ വരുന്നത് ഇന്നർ ഇയറിൻ്റെ ഫംഗ്ഷൻ വരുന്നത്. ഇന്നർ ഇയറിൻ്റെ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുട്ടിയുടെ കയ്യിൽ നിന്നുള്ള സബ്ജക്റ്റീവ് റെസ്പോൺസസ് വേണം. അപ്പം നമ്മൾ കുട്ടീനെ കണ്ടീഷൻ ചെയ്യും. അതായത് ഈ സൗണ്ട് കേട്ടാൽ ആൾ കൈ പൊക്കണം എന്നുള്ളത് ഒരു പ്ലേ കൂടെ ആളെ നമ്മൾ ട്രെയിൻ ചെയ്യിക്കും. സോ ആളെ ട്രെയിൻ ചെയ്ത് യൂഷ്വലി റിങ്സ് എല്ലാം വെച്ചിട്ട് നമ്മളൊരു വലിയ സൗണ്ട് കേൾക്കുമ്പോൾ ആൾ റിങ്സ് ഇടണം. അപ്പം ഓരോ പ്രാവശ്യം സൗണ്ട് കേൾക്കുമ്പം റിങ്സ് ഇടണം. അതുപോലെ തന്നെ നമ്മൾ ഹെഡ്ഫോൺ വെച്ചും അവരെ കണ്ടീഷൻ ചെയ്യും. സോ ഈ കണ്ടീഷൻ ഓഡിയോമെട്രി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സ്പീച്ച് ഓഡിയോമെട്രി ചെയ്യും. കാര്യം കുഞ്ഞു കുഞ്ഞു വാക്കുകൾ ചിലപ്പോൾ അവർക്കൊരു പിക്ചർ കാർഡ് കൊടുക്കുമായിരിക്കും. അവർ കേൾക്കുന്ന വാക്കുകൾ പിക്ചർ കാർഡിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ അവരോട് പറയും. ഇൻ കേസ് ഇതിൽ ഈ 4 ബേസിക് ടെസ്റ്റിൽ കുറേ ഒരു 2-3 ടെസ്റ്റ് ഫെയിലിയർ ആയിട്ട് വന്ന, അല്ലെങ്കിൽ ബേസിക്കലി ഇന്നർ ഇയറിൻ്റെ ടെസ്റ്റുകൾ ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഒബ്ജക്റ്റീവ് വാല്യുവേഷൻസ് ഉണ്ട്. ഒബ്ജക്റ്റീവ് വാല്യുവേഷൻ വെച്ചാൽ ഒരു 45 മിനിറ്റ്സ് കുട്ടി സെഡേറ്റഡ് ആയിരിക്കും. അപ്പം നമ്മൾ ഫുൾ ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്തിട്ട് ആളുടെ ചെവിയിലേക്ക് സിഗ്നൽ, അതായത് സൗണ്ട് കൊടുക്കും. ഈ സൗണ്ട് നെർവിൽ കൂടെ പാസ് ചെയ്യുന്നത് എന്തുവെന്ന് നമ്മൾ കളക്ട് ചെയ്യും. സോ ആ ഒരു ടെസ്റ്റിൻ്റെ പേരാണ് ഓഡിറ്ററി ബ്രെയിൻ സ്റ്റെം റെസ്പോൺസ് എന്ന് പറയുന്നത്. ആ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുട്ടിയുടെ നെർവ്സ്, ഓഡിറ്ററി നെർവ് ഫയർ ചെയ്യുന്നതിൻ്റെ സ്റ്റിമുലസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി കേൾക്കുമ്പം കൈ പൊക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഓരോ ഫ്രീക്വൻസിയുടെ റെസ്പോൺസസ് കളക്ട് ചെയ്യാൻ പറ്റും. ആ ടെസ്റ്റിൻ്റെ പേര് ASSR എന്നുള്ളത്. സോ ASSR ടെസ്റ്റും നമുക്ക് ബേസിക്കലി ചെയ്ത് നോക്കാൻ പറ്റും. സോ പിന്നെ കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യനെയർ പോലെ കുട്ടിയുടെ ഡെയിലി ആക്ടിവിറ്റി കാര്യങ്ങൾ ലോക്കലൈസ് ചെയ്യുന്നത്, അതായത് സൗണ്ട് വരുന്ന ഡയറക്ഷൻ എവിടെ നിന്നാണ്, ഇത് ലോക്കലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഒരു ഫോമൽ ക്വസ്റ്റ്യനെയർ നമ്മൾ ആളെ കൊണ്ട് ഫില്ല് ചെയ്യും. സോ ദാറ്റ് വി വിൽ ഗെറ്റ് എ വെരി ഗുഡ് പിക്ചർ അബൌട്ട് ഹൗ ദ ചൈൽഡ് ഇസ്. ആൻഡ് സ്ക്രീനിങ് വരുമ്പോഴത്തേക്ക്
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ അതിൻ്റെ അകത്ത് ഫെയിൽ ആയിട്ടുള്ള വരുന്നവരാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോവുക. ഇതാണ് ഞങ്ങൾ ഹിയറിങ്ങിൻ്റെ അകത്ത് പ്രൊസീജിയർ ചെയ്യും. പക്ഷേ ഞങ്ങൾക്കൊരു റോളർ കോസ്റ്ററാണ്. കാര്യം യൂഷ്വലി പിള്ളേർ ഞങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്യാൻ, ഞങ്ങളുടെ സെറ്റപ്പ് കാണുമ്പോൾ തന്നെ കോപ്പറേറ്റ് ചെയ്യാൻ ചാൻസ് കുറവാ. സോ വിൽ ടേക്ക് ഒരു 2 or 3 days ടു കംപ്ലീറ്റ് ദറ്റ് ഫുൾ ഇവാലുവേഷൻ. സോ ഇഫ് ഒരു പ്രോബ്ലം കണ്ടുപിടിച്ചാൽ ഇറ്റ് ടേക്ക് സം ടൈം ടു ഫിനിഷ് ദ കംപ്ലീറ്റ്. ഓക്കെ സാർ. നമുക്കിപ്പം റീസെൻ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസിൽ നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റീസിൻ്റെ കോമൺ ടൈപ്സിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, സോ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ യൂഷ്വലി ഡിസ്ലെക്സിയ എന്നുള്ളൊരു ഇതാണ് നമ്മൾ യൂഷ്വലി ടാഗ് ചെയ്യുന്നത്, ഡിസ്ലെക്സിയ. ഓക്കെ, സോ ഡിസ്ലെക്സിയ മീൻസ് ഡിഫിക്കൽട്ടി വിത്ത് റീഡിങ്, റൈറ്റിംഗ്, ഓൾസോ ഡിഫിക്കൽട്ടി ഇൻ മാത്തമാറ്റിക്സ്. ഈ 3 ഡൊമെയിൻസിലായിരിക്കും കുഞ്ഞുങ്ങൾക്കൊരു ഡിഫിക്കൽട്ടി കാണിക്കുന്നത്. ഓക്കെ, സോ ഈ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് നമ്മൾ പറയും സർഫസ് ഡിസ്ലെക്സിയ. ഓക്കെ, അതൊരു കണ്ടീഷനാണ്. സർഫസ് ഡിസ്ലെക്സിയയിൽ കുഞ്ഞുങ്ങൾക്ക് വേർഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. ദിസ്, ദാറ്റ് എന്നുള്ള വേർഡ്സ് ഒന്നും അവർക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല വായിക്കുമ്പോഴത്തേക്കും. സോ അത് ലീഡ് ചെയ്യുന്നത് ദർ ഈസ് എ കണ്ടീഷൻ കോൾഡ് ഇസ് എലെക്സിയ. എലെക്സിയ ഈസ് ഡിഫിക്കൽട്ടി ഇൻ റീഡിങ്. ഓക്കെ, അത് കഴിയുമ്പോഴത്തേക്കും ദർ ഇസ് അനദർ കണ്ടീഷൻ കോൾഡ് ഇസ് ഇഗ്രാഫിയ. ഇഗ്രാഫിയ ഈസ് ഡിഫിക്കൽട്ടി ഇൻ റൈറ്റിംഗ്. അവർക്ക് പ്രോപ്പറായിട്ട് ഹാൻഡ് റൈറ്റിംഗ് ക്ലിയർ ആയിരിക്കില്ല, ലെജിബിൾ ആയിരിക്കും, നമുക്ക് വായിക്കാനായിട്ട് പറ്റത്തില്ല അവരുടെ ഹാൻഡ് റൈറ്റിംഗ്. ഇറ്റ് ബി റിയലി ഡിഫിക്കൾട്ട്. Okay, then also it eventually some children can also have anomia. Anomia എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ നെയിമിങ് മീൻസ് അവർക്ക് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ എൻ്റെ പേര് പറയാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സർഫസ് ഡിസ്ലെക്സിയയ്ക്ക് അകത്ത് വരുന്നത്. ഓക്കെ, പിന്നെ അതല്ലാതെ ഫൊനോളജിക്കൽ പ്രോസസ്സസ് കുഞ്ഞുങ്ങൾക്ക് വളരെ എവിഡൻ്റ് ആയിരിക്കും. ഓക്കെ, ഡിസ്ലെക്സിയ ഉള്ള കുഞ്ഞുങ്ങൾക്ക്, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക്. സോ ഇവിടെ വാട്ട് ഹാപ്പൻസ് ഇസ് അവർക്ക് നമ്മളെപ്പോഴും ഒരു വേർഡ് ഫോം ചെയ്യുന്നത് വിത്ത് യൂണിറ്റ്സ് ഓഫ് സൗണ്ട്സ്. ഓക്കെ, ഫോണീം എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എന്താണെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഈ വേർഡിനകത്തുള്ള സൗണ്ട്സ് പ്രോപ്പറായിട്ട് ഇവർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഫോൺ എന്നുള്ളൊരു വാക്ക് അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ PHONE ആണ് ആക്ച്വലി അതിൻ്റെ സ്പെല്ലിംഗ്. പക്ഷെ ഒരു ഡിസ്ലെക്സിയ ഉള്ള കുഞ്ഞിന് ദേ വിൽ ആക്ച്വലി പ്രോസസ് ഇറ്റ് ആൻഡ് ദേ വിൽ ഓൾസോ സേ ഇറ്റ് ആസ് FONE, ഫോൺ. ഓക്കെ, അപ്പോൾ അതുപോലെ പല വേർഡ്സ് ഇവർക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇവർ ഐഡൻറ്റിഫൈ ചെയ്യുന്ന വേർഡ്സ് പ്രോപ്പറായിട്ടും ഇവരുടെ സിസ്റ്റത്തിൽ പ്രോസസ്സ് ചെയ്തിട്ട് നല്ല നീറ്റായിട്ട് ഇവർക്ക് പറയാനും എഴുതാനും ആയിട്ടുള്ള ഡിഫിക്കൽട്ടിയാണ് നമ്മൾ കണ്ടുവരുന്നത്. സോ ദീസ് ആർ ദ 2 മേജർ ടൈപ്സ് ഓഫ് ഡിസ്ലെക്സിയാസ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതല്ലാതെ വി ഡു ഹാവ് അതർ ടൈപ്സ്, ബട്ട് ദ മോസ്റ്റ് റെലവൻറ്റ് വൺ ആർ ദീസ്. ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ള ഇത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഇത് ട്രീറ്റ് ചെയ്യാനായിട്ടും അറ്റ് എ വെരി ഏർലി സ്റ്റേജ് ഭയങ്കര ഈസിയാണ്. ഓക്കെ, സോ ഐഡൻറ്റിഫിക്കേഷനിലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോക്കസ് കൊടുക്കേണ്ടത്. ബിക്കോസ് വൺസ് ഇത് മിസ് ഔട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ ലൈഫ് ഇവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഇറ്റ്സ് ബേസിക്കലി ബ്രെയിൻ ലേണിംഗ് ടൈപ്പ്. സോ ബ്രെയിൻ പഠിക്കുന്ന പോലെ തന്നെ ആയിരിക്കും അത് കണ്ടിന്യൂ ചെയ്യുന്നത്. സോ ഇറ്റ്സ് ഓൾ കോർഡിനേഷൻസ്. കൈയുടെ കോർഡിനേഷനാണ് റൈറ്റിംഗ്, കണ്ണിൻ്റെ കോർഡിനേഷനാണ് റീഡിങ്. ഇതെല്ലാം നമ്മുടെ ബ്രെയിൻ ഇതുമെല്ലാം ഓരോ നമ്മുടെ ഇപ്പോൾ സംസാരിക്കുന്നതാണെങ്കിലും നമ്മുടെ ബ്രെയിൻ നമ്മുടെ മൗത്തുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ ഒരു കോർഡിനേഷൻസിൽ എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു ഡിഫിക്കൽട്ടായിട്ടായിരിക്കും നമുക്ക് ഫേസ് ചെയ്യുന്നത്. സോ ഇതാണ്, അതിനെ വേറൊരു പേര് വിളിക്കുന്നതാണ് ഒരു ഡിസബിലിറ്റി അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ആ കോർഡിനേഷൻ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബി ദ സെയിം പ്രോസസ്. സോ ഇറ്റ് ഈസ് നത്തിങ് ടു വറി. നമുക്കറിയാം, നമ്മൾ ചിലപ്പം ആ കോർഡിനേഷൻ കറക്റ്റ് ചെയ്യാന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലം അല്ല. നമ്മളുടെ ബ്രെയിൻ അങ്ങനെയായിരിക്കും പഠിച്ചേക്കുന്നത്. ആ പഠിച്ചേക്കുന്നതിനെ നമ്മളുടെ കോമൺ രീതിയിലോട്ട് മാറ്റുക എന്നേ ഉള്ളൂ. അതൊരു പ്രശ്നമായിട്ട് ഡിസോർഡർ എന്ന് എനിക്ക് നെയിം ചെയ്യാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ ഇറ്റ്സ് ബേസിക്കലി ദാറ്റ് ആ ഒരു കോമൺ ഫോമിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അവർ പഠിച്ചേക്കുന്ന രീതികൾ. ടീച്ചേഴ്സിന് അല്ലെങ്കിൽ പേരൻസിന് ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതിൻ്റെ ഒരു സിംറ്റംസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ലൈക്ക് ഐ ടോൾഡ് യു, അവർക്ക് എക്സാംസിലൊക്കെ ശരിക്കും പെർഫോം ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓക്കെ, പ്രോപ്പറായിട്ട് അവർക്ക് ആൻസേഴ്സ് എഴുതാനായിട്ടുള്ള, അതിനൊരു ക്വസ്റ്റ്യൻ വായിച്ച് ആ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിന് വേണ്ടിയിട്ടുള്ള ആൻസർ ചെയ്താനായിട്ടുള്ള ഡിഫിക്കൽട്ടി ഉണ്ടാവും. വൺ തിങ്. അനദർ തിങ് ടീച്ചേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്, ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ
അവർ ഓൾറെഡി ചിലപ്പോൾ പഠിച്ച് കാണും, റിവൈസ് ചെയ്ത് കാണും വീട്ടിൽ, പക്ഷേ അവർക്കത് പ്രോപ്പർലി പറയാനായിട്ടുള്ളൊരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓക്കെ, ആൻസർ ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും ക്ലാസ് റൂമിൽ. അല്ലാതെ കണ്ടുവരുന്നത് ഒരു കമാൻഡ് കൊടുക്കുവാന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞിന്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഒന്ന് വന്ന് ബോർഡ് എറേസ് ചെയ്തിട്ട് തിരിച്ചു പോയി നിൻ്റെ ബുക്ക് എടുത്ത് ഫ്രണ്ടിലിരിക്കുക എന്നുള്ളൊരു കമാൻഡ് കോംപ്ലെക്സ് ആയിട്ട് ടീച്ചർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓക്കെ, സോ കോംപ്ലെക്സ് കമാൻഡ് ഫോളോ ചെയ്യാനായിട്ട്. ഇതല്ലാതെ ഒരു കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഫിയർ ഉണ്ടാവും. ഫിയർ ഇസ് വൺ മെയിൻ തിങ് ഡിസ്ലെക്സിയയിൽ. ഭയങ്കര ക്വയറ്റ് ആയിരിക്കും അവരുടെ സോഷ്യൽ എൻവയറമെൻറ്റ്. എപ്പോഴും അവർ ടുവേർഡ്സ് ദെം സെൽഫ് നമ്മൾ കാണുമ്പോഴത്തേക്കും വി സേ ദാറ്റ് നോട്ട് എ വെരി സോഷ്യൽ പേഴ്സൺ എന്നായിരിക്കും യൂഷ്വലി അവർ പറയുന്നത്. പക്ഷേ ഇറ്റ്സ് നോട്ട് ദാറ്റ്. അവരുടെ എൻവയറമെൻറ്റ് എപ്പോഴും അവർ കീപ്പിംഗ് ഇറ്റ് ടു ദെം സെൽഫ് ആയിരിക്കും. ഭയങ്കര ദേ വിൽ നോട്ട് വോണ്ട് ടു വേറെ കുഞ്ഞുങ്ങളായിട്ടോ അത് വേറെ പിയർ ഗ്രൂപ്പായിട്ടോ അവർ മിങ്കിൾ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോബിലിറ്റി വളരെ കുറവാണ്. ആൻഡ് ഓൾസോ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾ വളരെ സോഫ്റ്റ് സ്പോക്കൺ ആണ്. ഓക്കെ, ബാക്കി എല്ലാവരുടെ പോലെ ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് അവർ ഒരു ഇവൻറ്റിലും ഒരു കാര്യത്തിലും പെർഫോം ചെയ്യില്ല. ബട്ട് ദർ ഇസ് എ കീ. അവരുടെ ഒരു സ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പെർട്ടിക്കുലർ ആസ്പെക്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റിൽ വൺസ് ഒരു ടീച്ചർ സ്റ്റെപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺസ് ഒരു ആൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവർക്ക് ഒന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടൊരു പ്രോഗ്രസ് അവർ കാണിക്കും. ഓക്കെ, ഭയങ്കരമായിട്ട് പ്രോഗ്രസ്. ഐ എം നോട്ട് ടെലിംഗ് വിത്ത് അക്കാഡമിക്സ് ബട്ട് ഐ എം ടെലിംഗ് വിത്ത്. സോ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിന് ഇറ്റ് ഈസ് ഓൾവേസ് സെഡ് ദാറ്റ് റൈറ്റ് ബ്രെയിൻ ആക്ടിവേഷനാണ് നടക്കുന്നത്. ഓക്കെ, യൂഷ്വലി നമ്മുടെയൊക്കെ തലച്ചോറിൽ ലെഫ്റ്റ് ബ്രെയിൻ ആയിരിക്കും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഫോർ റീഡിങ്, റൈറ്റിംഗ്, മാത്തമാറ്റിക്സ് എല്ലാതും. സോ ഇൻ ദ ലെഫ്റ്റ് ബ്രെയിൻ ഭയങ്കര സ്പെസിഫിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോബ്സ് ആയിട്ടാണ് നമ്മുടെ ബ്രെയിൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ വി സേ ദാറ്റ് ദ ഫ്രോണ്ടൽ ലോബ് ആൻഡ് ടെമ്പോറൽ ലോബ്. ഫ്രോണ്ടൽ ലോബ് ഇസ് ഫ്രണ്ട്, ടെമ്പോറൽ ലോബ് ഇസ് ടുവേർഡ്സ് ദ സൈഡ്. ഈ രണ്ട് ബ്രെയിനകത്തുള്ള സിസ്റ്റംസ് ആണ് ലേണിങ്ങിന് വേണ്ടിയിട്ട് വളരെ ഇഫക്റ്റീവ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഏരിയാസ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞിന് ഈ ലെഫ്റ്റ് ഹെമിസ്ഫിയർ ഓഫ് ദ ബ്രെയിൻ ആക്റ്റീവ് ആയിരിക്കില്ല കമ്പയർഡ് ടു ദ റൈറ്റ് സൈഡ്. സോ റൈറ്റ് സൈഡ് ആയിരിക്കും കുറേ കൂടി ആക്റ്റീവ് ആയിട്ട്. സോ ചിലപ്പോൾ അവർക്ക് സിംഗിങ് ആയിരിക്കും, ചിലപ്പോൾ മെലഡി ആയിരിക്കും വളരെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദേ മൈറ്റ് അപ്രീഷിയേറ്റ് ക്രിയേറ്റിവിറ്റി, ക്രാഫ്റ്റ്, ലൈക്ക് ദിസ് colors and kind of shapes and things like that. അതായിരിക്കും അവർ കൂടുതലായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇഫ് ലൈക്ക് earlier like we said താരെ സമീൻ പെർ മൂവിയിൽ ആ ഒരു കുഞ്ഞിന് ഓക്കെ വാട്ട് ഹാപ്പൻസ് ഇസ് അമീർ ഖാൻ വന്നിട്ട് ഹീ ഈസ് ഐഡൻറ്റിഫൈങ് ദ സ്കിൽ ഓഫ് ദ ചൈൽഡ്. ഓക്കെ, അവന് വരയ്ക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവനെ പഴയ സ്കൂളിൽ നിന്ന് അവർ ദ ടീച്ചേഴ്സ് ആസ്കിങ് ദെം ടു ആക്ച്വലി മൂവ് ഔട്ട്. ഈ കുഞ്ഞിന് ഒന്നിനുള്ള കഴിവില്ല എന്ന് പറഞ്ഞിട്ട് അവനെ പിരിച്ചുവിടാണ് സ്കൂളിൽ നിന്ന്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് അത്രയും ഫിയറും അത്രയും ഡിസ്റ്റർബൻസസ് ഇൻ ദ ഫാമിലി നടന്നു കഴിഞ്ഞിട്ട് ദേ ആർ ആക്ച്വലി പുട്ടിങ് ദ ചൈൽഡ് ഇൻ ടു അനദർ സ്കൂൾ. ബട്ട് ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ആ ഒരു കുഞ്ഞിന് അമീർ ഖാൻ എന്നുള്ളൊരു ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഐ ഡോണ്ട് നോ ഹൗ മെനി അമീർ ഖാൻസ് ആർ ദേർ ഇൻ ദ സ്കൂൾസ്. There are, I am not saying. Definitely there are. We should never say that they're not. പക്ഷേ ആ ഒരു ടീച്ചർ, if that particular അമീർ ഖാൻ ആസ് എ ടീച്ചർ പെർസോണിഫൈങ് ഉണ്ടെങ്കിൽ then ആ കുഞ്ഞിൻ്റെ ജീവിതം വിൽ ബി ലൈക്ക് കുറേ ഇറ്റ് ക്യാൻ ബി ലൈക്ക് റിയലി റിയലി വെൽ. എന്നിട്ട് ഈ കുഞ്ഞ് ഈസ് വെരി ഗുഡ് ഇൻ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്. ഓക്കെ, അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വെൻ ദസ് എ ലിറ്റിൽ പുഷ് യു ക്യാൻ സി എങ്ങനെയാണ് എക്സൽ ചെയ്യുന്നതെന്ന്. സോ ലൈക്ക് വൈസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ലേണിംഗ് ഡിസബിലിറ്റി എന്നുള്ളൊരു ഫാക്ടർ ടീച്ചേഴ്സ് ഇത് നോക്കിയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ പ്ലീസ് റെഫർ ദ ചൈൽഡ് ഫോർ ഫർദർ അസസ്മെൻറ്റ്. ഓക്കെ, ലേണിംഗ് ഡിസബിലിറ്റിയുടെ അസസ്മെൻറ്റ് ക്ലാസ് റൂമിൽ നിൽക്കുന്ന കാര്യമല്ല. It has to be going through proper professional way. Okay, കുഞ്ഞിനെ first they have to refer them to a special educator, to a speech language pathologist, to a psychologist. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ചെയ്തിട്ട് എവിടെയാണ് കുഞ്ഞിന് ഡിഫിക്കൽട്ടി ഉള്ളതെന്ന് നോക്കുക. വി നെവർ ന്യൂ, മേ ബി ഒരു IQ കുറവായിരിക്കും, മേ ബി IQ വുഡ് ബി നോർമൽ, ബാക്കി ആസ്പെക്ട്സിലായിരിക്കും കുഞ്ഞിന് ഡിഫിക്കൽട്ടീസ്. എവിടെയാണ് ഡിഫിക്കൽട്ടി ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഫർദർ സ്കിൽ ബേസ്ഡ് ഡെവലപ്മെൻറ്റ് ഭയങ്കര എളുപ്പമായിരിക്കും. ആൻഡ് ഇതൊരു സ്പീച്ച് ലാംഗ്വേജ് പതോളജിസ്റ്റിനെ കാണുമ്പോഴും ഇവർ ചെയ്യുമ്പോൾ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ടല്ല നമ്മൾ ആലോചിക്കും. ബീങ് എ പേരൻറ്റ് വി ഷുഡ് നോട്ട് നെവർ തിങ്ക് ദാറ്റ് ഇതൊരു ട്രീറ്റ്മെൻ്റ് ആണ്. പക്ഷേ വി ആർ ട്രൈങ് ടു ഐഡൻറ്റിഫൈ വാട്ട് ഈസ് ദർ സ്കിൽ. ഓക്കെ, ചിലപ്പോൾ ഞാൻ പറയല്ലേ, ഫോർ മീ എൻ്റെ ഇത് പറയുകയാണെങ്കിൽ എനിക്ക് റീഡിങ് ഭയങ്കര ഡിഫിക്കൽട്ട്. കാര്യം വായിച്ച് ഒരു കാര്യം മനസ്സിലാക്കുന്നത് എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു.
സോ എൻ്റെ അമ്മയും സെയിം ഫീൽഡിൽ തന്നെ. അപ്പോൾ അമ്മ കുഞ്ഞിലെ പറയുന്നത് എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. സോ ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തെന്നു വെച്ച് കഴിഞ്ഞാൽ പിക്ചറൈസ് ചെയ്യാനുണ്ട്. കാര്യം ഒരു പിക്ചർ വന്നു കഴിഞ്ഞാൽ ഐ വാസ് ഏബിൾ ടു റിമെമ്പർ ഇറ്റ്. കാര്യം ഒരു പടം വന്നു കഴിഞ്ഞാലോ ആ പടത്തിൽ നിന്നുള്ള ഡയഗ്രാം ഇത് ചെയ്യണമെന്ന് പറഞ്ഞാലും ഐ വാസ് എ വിഷ്വൽ ലേണർ. അപ്പം ആ വിഷ്വൽ ക്യൂസിൽ കാര്യം ഇപ്പം പറയുന്ന ഒരു പാരഗ്രാഫ് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ, ഒരു സ്റ്റോറി പോലെ ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് സീസ് ഇൻ യുവർ ബ്രെയിൻ. ബിക്കോസ് മൈ സ്ട്രെങ്ത് ഇസ് ദാറ്റ്. ചിലർക്കൊരു പ്രാവശ്യം വായിക്കുന്നത് ഒരു ഫുൾ പാരഗ്രാഫ് കാണാതെ പഠിക്കാൻ പറ്റും. അത് അവരുടെ സ്ട്രെങ്ത്താണ്. അതുപോലെ ഓരോ കുട്ടിയുടെ സ്ട്രെങ്ത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ ചേഞ്ച് ചെയ്യും. നമ്മൾ എഴുതി തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എഴുതി തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് പറ്റില്ല. പക്ഷേ ഫോർ എക്സാമ്പിൾ ഐൻസ്റ്റീൻ ഹാഡ് ലേണിംഗ് ഡിസബിലിറ്റി. ആൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ആളുടെ ഓവർകം ചെയ്ത് ആളുടെ സ്ട്രെങ്ത് എന്താണെന്ന് കണ്ടുപിടിച്ചപ്പോൾ ആണതിൽ വ്യത്യാസം വന്നത്.